പല മാരക രോഗങ്ങളുടെയും കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പരിചയമുള്ളവയും കേട്ടുപോലും പരിചയമില്ലാത്തവയുമായ രോഗങ്ങൾ ദൈനംദിനം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ്. രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ എത്തുമ്പോൾ ഇവയെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്കുണ്ടെങ്കിൽ അതിന് രോഗപ്രതിരോധ ശേഷി ഉണ്ട് എന്ന് പറയാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കൂട്ടുന്ന 10 ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് തൈരാണ്. തൈരിലും മറ്റു പുളിയുള്ള ഭക്ഷണങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഫ്രണ്ട്ലി ബാക്ടീരിയകളായ പ്രോബയോട്ടിക്സ് കുടലിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പ്രോബയോട്ടിക്സ് ഒരു യോജിപ്പുള്ള ഗട്ട് മൈക്രോബയോമിനെ നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് അണുബാധകളെ ഫലപ്രദമായി ചെറുക്കാനുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അല്ലീസിൻ പോലുള്ള സംയുക്തങ്ങൾ അടങ്ങിയ വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ തീവ്രത ലഘൂകരിക്കാനുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. രക്തധമനികൾ പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിൽ വെളുത്തുള്ളി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മൂന്നാമത്തത് ഇഞ്ചിയാണ്. കാലങ്ങളായി ഇഞ്ചി അതിൻ്റെ ഗുണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇഞ്ചിക്കുള്ളിൽ ജിഞ്ചറോൾ അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഫുഡിൽ കൂടുതലായി ഇഞ്ചി ഉപയോഗിക്കുന്നത് പ്രതിരോധശേഷി കൂട്ടുന്നതോടൊപ്പം ശരീരത്തിലെ നീർക്കെട്ട് ഒഴിവാക്കാനും ഇഞ്ചി നല്ലതാണ്. കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാനും ശരീരവേദന അകറ്റാനും ഇഞ്ചി ഉത്തമമാണ്. നാലാമത്തത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. ഇവയിൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു. നമ്മളിൽ മിക്കവരും പനിയോ ജലദോഷമോ വരുമ്പോൾ വിറ്റാമിൻ സി എടുക്കാറുണ്ട്. കാരണം വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വിറ്റാമിൻ സി വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. മുന്തിരി, ഓറഞ്ച്, ചെറുനാരങ്ങ തുടങ്ങിയവയെല്ലാം ഈ സിട്രസ് ഫ്രൂട്ട്സിൽ ഉൾപ്പെടുന്നവയാണ്. അഞ്ചാമത്തത് മഞ്ഞളാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ പിന്തുണ നൽകുകയും വാതസംബന്ധമായ അസുഖങ്ങൾക്കും നല്ലതാണ്. കഠിനാധ്വാനം മൂലമുണ്ടാകുന്ന മസിൽ ക്ഷതങ്ങൾ പരിഹരിക്കാനും മഞ്ഞൾ സഹായിക്കുന്നു. ഇതുകൂടാതെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാനും മഞ്ഞൾ പ്രോത്സാഹിപ്പിക്കുന്നു. ആറാമത്തത് പപ്പായയാണ്. വിറ്റാമിൻ സിയുടെ കലവറയായ പപ്പായ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ദഹന സംബന്ധമായ തകരാറുകൾ പരിഹരിക്കാനും ഉത്തമമാണ് പപ്പായ. വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി, ഫോളിക് ആസിഡ് തുടങ്ങിയവയെല്ലാം ധാരാളം പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. ഏഴാമത്തത് ഇലക്കറികളാണ്. ഇലക്കറികൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ ഒരു പ്രധാന ഘടകമാണ്. ഇവ എപ്പോഴും പച്ചയായ കുറഞ്ഞ അളവിൽ വേവിച്ചു കഴിക്കാൻ ശ്രമിക്കുക. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരു പ്രധാന പങ്ക് ഇലക്കറികൾ വഹിക്കുന്നുണ്ട്. അടുത്തത് ഫിഷും ചിക്കനുമാണ്. ഇവയിൽ പ്രോട്ടീനും വിറ്റാമിൻ B12, ഒമേഗ 3 ഫാറ്റി ആസിഡ്, വിറ്റാമിൻ ബി എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും മസിൽ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നു. അടുത്തത് നട്ട്സും സീഡ്സുമാണ്. ബദാം, വാൽനട്ട്, സൺഫ്ലവർ സീഡ്സ് തുടങ്ങിയ നട്ട്സും സീഡ്സും ആരോഗ്യകരമായ കൊഴുപ്പും വിറ്റാമിൻ ഇയും സിങ്കും നൽകുന്നു. വിറ്റാമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻസായി പ്രവർത്തിക്കുന്നു. അതേസമയം രോഗപ്രതിരോധ കോശങ്ങളുടെ വികാസത്തിലും പ്രവർത്തനത്തിലും നട്ട്സും സീഡ്സും പ്രവർത്തിക്കുന്നു. അടുത്തത് ബ്രോക്കോളി. ബ്രോക്കോളിയിൽ ധാരാളം മിനറൽസും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ എ, സി, ഇ ബ്രോക്കോളിയിലെ പ്രധാന ഘടകങ്ങളാണ്. ബ്രോക്കോളി ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണമാണ്. ബ്രോക്കോളി പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്നു.